ഒഫീഷ്യലി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാം ബസ്സിൽ കയറി. സമയം ഇപ്പോൾ ഒരു എത്ര മണിയാടാ? 17 5:17 ആയിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡ് മൊത്തം നമ്മളങ്ങ് കീഴടക്കി. അതെ, നമ്മളെല്ലാരും ഉണ്ട്. നമ്മളെല്ലാരും ബ്ലാക്ക് ആണ്. അതെ, എടാ ഇത് കടുന്നീലായിരുന്നു, ബ്ലാക്ക് ആയിരുന്നു. അലക്കി നരച്ചതാണ്. സാർ, ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക്. നല്ലൊരു ട്രിപ്പാണ്. നല്ലൊരു ട്രിപ്പാകട്ടെ എന്ന് വിചാരിക്കുന്നതാണ്. നല്ലൊരു ട്രിപ്പാകട്ടെ എന്ന് വിചാരിക്കുന്നു. സാർ, നമ്മുടെ ഇന്നത്തെ പ്ലാൻസ് ഒന്ന് പറയാമോ? ഇന്ന് നമ്മൾ വയനാട് എത്തുക. വയനാട് എത്തിയിട്ട് നമ്മൾ നമ്മൾ സ്റ്റേയിലേക്ക് പോകണേ മുമ്പ് നമുക്ക് അവിടെ എവിടെയെങ്കിലും കറങ്ങാൻ പറ്റിയെങ്കിൽ നമ്മൾ കറങ്ങുന്നതായിരിക്കും. നമ്മൾ കണ്ട് പോകുന്നു സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളും കണ്ട് പോകുന്നു. സാർ, വിഷ്ണു സാർ എന്താണ് പറയുന്നത്? ഞാൻ അവരുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ്. സോ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബാക്കി വയനാട് പോകുന്നത് കൊണ്ടും ക്ലൈമറ്റ് നല്ലതായതുകൊണ്ടും നല്ലൊരു ട്രിപ്പ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അർജുൻ പറഞ്ഞ പോലെ ഇന്ന് പോകുന്ന വഴിക്ക് 2-3 നല്ല സ്പോട്ടുകളുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അത് കവർ ചെയ്ത് പോകാം. താങ്ക് യു സാർ. സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ജനലിൻ്റെ പുറത്തു കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത്. അല്ല, ജനലിൻ്റെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഗൈസ്, പറ്റുന്നില്ല ഗൈസ്. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് വാങ്ങിച്ച് വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുക. അത് ഒരു തരത്തിൽ പറ്റുന്നില്ല. ഓൺ ദ സ്പോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള വീഡിയോസിൽ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒരു 2 പാർട്ടുകളുണ്ട്. അതും കൂടെ നിങ്ങളിങ്ങനെ സഹിക്കേണ്ടി വരും. ബാക്കിയുള്ള ഇനിയുള്ള ട്രിപ്പിൻ്റെ എല്ലാം ഓൺ ദ സ്പോട്ട് വോയിസ് ഓവർ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് പറ്റൂല ഗൈസ്. അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ സഹിക്കൂ പ്ലീസ്. സുഹൃത്തുക്കളെ, ഉദാര മനസ്കായിട്ടുള്ള ഇത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ത എല്ലാവർക്കും ബിസ്ക്കറ്റ് വിതരണം ചെയ്യുകയാണ്. നമ്മളെല്ലാം കൈയിട്ട് വരുന്നുണ്ട്. ഇത് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ക്യാമറമാൻ അജിന്റെ ഒപ്പരം ബഷീർ. അപ്പൊ നമ്മൾ വയനാട് എത്തിയിരിക്കുകയാണ്. ചുരമൊക്കെ കയറി മോളി വന്നു. ഇപ്പം എന്താണ് സംഭവം, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കാരണം കുറേ ക്ലിപ്സ് എല്ലാം കൂടെ വെറുതെ നിരത്തി വാരി ഇങ്ങനെ ഇട്ടേക്കാണ്. എഡിറ്റ് ഒരു തേങ്ങാക്കൊലയും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും. സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് നമ്മുടെ കോളേജിൽ നിന്നുള്ളൊരു ഫീൽഡ് ട്രിപ്പാണ്, വയനാട് ട്രിപ്പാണ്. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. എന്താണ് താങ്കൾ ഫീൽ ചെയ്യുന്നത്? വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. വെയിലുണ്ടോന്ന് വെച്ചാൽ വെയിലുണ്ട്, പക്ഷേ ഭയങ്കര തണുപ്പാ. നല്ല രസമുണ്ട്. നമുക്ക് ബാക്കി നമ്മുടെ വെൽക്കം ബോർഡൊക്കെ കാണാം. നമ്മളിവിടെ വെയിലുണ്ട്, പക്ഷേ തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അതെ, നമ്മളിപ്പം വയനാട് ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ കയറിയേക്കുക. ദാഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതെ, എല്ലാവരും ഉണ്ട്. നോക്കൂ, അതെ ഗൈസ്, ദാഹിച്ച് വരുന്ന ചാകാനായി വിശന്നിട്ട് കണ്ണ് കാണാൻ ഒരു ബിരിയാണി മടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളിപ്പം അൽഡ്രീമിലാണുള്ളത്. നമ്മൾ മന്തി കഴിക്കാൻ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അൽഡ്രീമി മന്തി, അതെ മന്തി കഴിക്കാനായിരിക്കുമല്ലോ ഗൈസ്. എല്ലാവരും ഉണ്ട് ഇവിടെ. വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരുടെയും മുഖഭാവം ഇങ്ങനെ ഇരിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും ഓണാവുന്നതാണ്. അതെ, മന്തി ഉടനെ വരും. പക്ഷെ അത് മന്തി വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആക്രാന്തം എടുക്കാനുള്ള ഒരു പേഷ്യൻസ് ചിലപ്പോൾ എനിക്ക് ഉണ്ടായിരിക്കത്തില്ല. കാരണം ഞാനും ആക്രാന്തത്തിൽ മുഴുകിയിരിക്കുകയായിരിക്കും. പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അതെ, ഞങ്ങളെ അവസാനം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മന്തി വന്നിരിക്കുകയാണ്. മന്തി കഴിക്കണം, വിശന്നിട്ട് വയ്യ. അതെ, നമ്മളിപ്പം നമ്മുടെ സ്റ്റേയിലേക്കാണ് പോകുന്നത്. നമ്മൾ അമ്പലവയൽ അഗ്രികൾച്ചർ കോളേജിലാണ് നമ്മുടെ സ്റ്റേ. അവിടുന്ന് നമ്മൾ എടക്കൽ ഗുഹയിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് വേറെ എവിടെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട് പോകുമ്പോൾ മഞ്ഞപ്പാറ. അതെ, ഓക്കെ. ഗൈസ്, നമ്മൾ നമ്മുടെ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. അമ്പലവയൽ സ്റ്റേ കാണിക്കുകയാണെങ്കിൽ ബസ് ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേ. ഡോർമെട്രി ആണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കിലത്തെ വ്യൂ അടിപൊളി, കൊള്ളാം. മൊത്തത്തിൽ സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലവയൽ അഗ്രികൾച്ചർ കോളേജിൻ്റെ സ്റ്റേയിലെത്തി ഗൈസ്. സ്റ്റേയിലെത്തി നേരെ കയറി ചെന്നു. കൊള്ളാം, വളരെ മികച്ചൊരു സ്റ്റേ ആണ്. നമുക്ക് ഇത്രയും നാളും കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് തന്നെ പറയാം. നിങ്ങളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞാൻ സംസാരിക്കുന്ന കേട്ടോ ഒന്നും വിചാരിക്കില്ല കേട്ടോ. എനിക്ക് പണി അറിയത്തില്ല ഈ വോയിസ് ഓവർ കൊടുക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ചെന്നെണ്ണം ആദ്യം രാവിലെ ആദ്യം കണ്ട റൂമാണത്.
പുറമേ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേയുടെ വ്യൂ. അമ്പലവയൽ അഗ്രികൾച്ചർ കോളേജിൻ്റെ സ്റ്റേ ആണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടയ്ക്കൽ കേവ്സിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് തോന്നുന്നത്. അതെ അത് തന്നെ, എടയ്ക്കൽ കേവ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, ഞാൻ മറന്നുപോയി പകുതി. ക്ഷമിക്കൂ ഗൈസ്, ക്ഷമിക്കൂ. അതെ, ഇത് എടയ്ക്കൽ കേവ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേയിൽ ബാഗൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങി. 5 മണിയാകുമ്പോൾ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ, ഇപ്പോൾ എനിക്കൊന്ന് 4 മണി എന്തോ ആയി ആ സമയം. അപ്പോൾ അതിന് മുന്നേ ഓടിച്ചെന്ന് കയറണം എന്നായിരുന്നു നമ്മുടെ പ്ലാന്. അതിന് വേണ്ടിയിട്ട് ധൃതി വെച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അതിന് നമുക്ക് കൊണ്ട് നടന്നു പോകണം. അത്ര നടന്നു കയറണം. ആ കൊടി വരെ നമ്മൾ നടന്നു കയറണം. നമ്മളിപ്പോൾ കണ്ട കൊടി അവിടം വരെ നമ്മൾ നടന്നു കയറണമെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയത്തില്ല. സാർ, ഇവൻ പറയുന്ന സത്യമാണോ? കൊടിയോടെ വരെ നടന്നു കയറണോ? നടന്ന് കയറേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് പോകാം. ഇല്ല, നമ്മള് ശക്തമായും വ്യക്തമായും പറയുകയാണ്, നമ്മൾ കേറിയിരിക്കും, അത്രേ ഉള്ളൂ. ഒന്നും നോക്കാനില്ല. ഇറങ്ങുകയും ചെയ്യും. എന്താടാ നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത്? അതെ, ഇറങ്ങുകയും ചെയ്യും. ഈ ബാഗിൽ കാണുന്ന അമല കണ്ടോ? അത് പിന്നെ നമുക്ക് നോക്കാം. ഇവന്മാര് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. ഇതാണ് ഗൈസ് നമ്മൾ പറയുന്ന സ്ഥലത്തിന്റെ എൻട്രൻസ്. ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അണച്ചം കയറുക. കാരണം പെട്ടെന്ന് ഈ ഗേറ്റ് നമ്മൾ കിടക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് പടയ്ക്കും. ബോഡി വെയിറ്റ് വെച്ചിട്ടാണെങ്കിൽ 45 കിലോ ചുമക്കാൻ 2 കിലോ മന്തി ഇങ്ങോട്ട് ചുമക്കണം. ഇതിന്റെ പ്രശ്നം വെച്ചാൽ മന്തിയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. അതെ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ മന്തി അത്രയും വലിച്ചു കയറ്റത്തില്ലായിരുന്നു. എന്തുവാടാ എനർജി കാണിക്കാൻ പറ്റുന്നില്ല. ഗൈസ്, ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു വൈബ്. നമ്മൾ നടന്നു പോകുന്ന വഴിയാണിത്. ഗുഹ ശരിക്കും ഉള്ളിൽ എവിടെയാണ്, കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നു പോകണമെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തത്തിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, വെയിൽ നെറുകന്തലയിലോട്ട് അടിക്കും, പക്ഷെ തണുത്ത കാറ്റും അടിക്കും, ചൂടറിയത്തില്ല. അതെ, അങ്ങനത്തെ ഒരു നല്ല സ്ഥലമാണ് വയനാട്. ഫൈനലി നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നടന്നെത്തി. ഇതാണ് കേസ് ഇതിൻ്റെ എൻട്രൻസ്. ഓടി വന്ന് കയറിയോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ട് ഇവർ എല്ലാവരും കയറി, നമ്മൾ ലാസ്റ്റാണ് വന്നത്. ഈ സ്ഥലം കേസ് നല്ല ആംബിയൻസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളിയായിട്ടുണ്ട്. പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് പറയും. ഇത്ര കഷ്ടപ്പെട്ട് വന്നതിന് വർത്തിയാണ്. കാരണം ഇതിൻ്റെ എൻട്രൻസ് അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ, അതായത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തോട്ട് കയറേണ്ട സ്ഥലം ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അടിപൊളിയാണ്. കുത്തിനെ കയറ്റാണ് കയറിയിട്ട്. അതെ, കാണിച്ചു തരാം കുത്തനെ കയറ്റൊക്കെ കാണിച്ചിരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വലിഞ്ഞു കയറേണ്ടതാണ്. അജയ്ക്കുട്ടനാണോ പൂക്കുനെ വലിഞ്ഞു കയറുന്നത്? നമ്മുടെ പിള്ളേരാണ് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും വലിയ സീൻ കാരണം നമ്മൾ ട്രക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ റെഡി ആയിട്ടാണ് വരുന്നത്. പക്ഷേ പറ്റിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ, മന്തി കഴിച്ചു ഒറ്റ തെറ്റാ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പറയൂ സ്നേഹം, എന്താണ് പറയാനുള്ളത്? എടാ, ഒന്നുമല്ല, നെല്ലിയാമ്പതി മറ്റേ കുരിശുമലയൊക്കെ പൂക്കുനെ കയറിയ മുതലാണിത്. പക്ഷെ പറ്റിപ്പത് ഞാൻ പറഞ്ഞില്ലേ, മന്തിയാണ് നമ്മളെ ചതിച്ചത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. കയറിയിട്ടുണ്ട്, അതെ, തീർച്ചയായിട്ടും. അല്ലടാ, ഇവിടെ ഇതത്രയും ഭയങ്കര ഇതുള്ളതല്ല. ഇത് ലേസിനെസിന്റെ അല്ല മോനെ, ഇത് അതല്ല. നമ്മൾ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മന്തിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങാം, മൂക്ക് മുട്ട മന്തി കഴിക്കുക, ഒന്ന് ഉറങ്ങിക്കുക, അതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഇത് ഇവിടെ ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മളെ അജയ് പറ്റിച്ചു. ഇങ്ങനെ കയറാനുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്താണ് സാർ പറയാനുള്ളത്? ഞാൻ ചോദിച്ചല്ലേ എന്നെ മണ്ടക്ക് വലിഞ്ഞു ഇതൊക്കെ പതിയുന്നില്ലല്ലോ അല്ലേ? എല്ലാം പതിയുന്നുണ്ട് സാർ. സമ്മതിക്കാൻ നിൽക്കാമോ? പാറ ഇങ്ങനെ മേളോക്ക് ഇത് കുറച്ച് റിസ്കി. അതെ ഓക്കെ, ഇല്ല ചിഞ്ചോൻ കയറിയിട്ട് ഞാൻ കയറാം.
ഇത് ജസ്റ്റ് ഒരാൾക്ക് വേണ്ടി മാത്രം കയറാൻ പറ്റുന്ന പോലത്തെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഇത് പിടിച്ചിട്ട് വേണം എനിക്ക് കയറാൻ. ഓക്കെ കേസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് സ്വെറ്റ് വാസ് വെർത്ത്, അത്രയും വെർത്താണിത്, പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. സീൻ സ്ഥലമാണ്, കാണാം നിങ്ങൾക്ക്. ഗുഹ എന്ന് പറഞ്ഞാൽ ഗുഹ തന്നെയാണ് കേട്ടോ, പറ്റിയൊരു എവിടെയല്ലേ. അതെ അതെ, എനിക്കും ആ മഞ്ഞുമൽ സിനിമയുടെ ഒക്കെ, മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ ഒരു വൈബ് അടിക്കുകയാണ്. അത് സെറ്റിട്ടൻ്റെ ബാക്കിയാണെന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള പ്രാചീന തരത്തിലുള്ള ഒരു നാച്ചുറലാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ സംഭവം, വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അലനാണ് എടുക്കുന്നത്. എൻ്റെ ആണോ ഓർമ്മ കണ്ടിച്ച് അവൻ്റെ നീലക്കുയിൽ. അതെ, അങ്ങനെയൊക്കെ ഞാനുണ്ട്. വിചാരിച്ച പോലെയല്ല, സംഭവം തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അതെ, ഇതാണ് ഒരു വലിയ മലയുണ്ട് ഇവിടെ, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇനിയും നമുക്ക് കയറാനുണ്ട്, ഒരുപാട് കയറാനുണ്ട്. ആ നഗ്ന സത്യതേ, പിള്ളേരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ, ഇനിയും ധാരാളമായി കയറാനുണ്ട്. വലിയ വലിയ സ്റ്റെപ്പുകളാണ്. കാണിച്ചു തരാം. മക്കളെ, നമ്മളാ കണ്ട കൊടി ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് പോണില്ല. ഇതാണ് ആ കൊടി, നമ്മൾ അതിൻ്റെ ഏറെക്കുറെ ലെവലിലെത്തി. അതാണ് എടാ ഭാഗത്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല പരിപാടി. ഇതിങ്ങനെ സ്റ്റേഴ്സ് കയറി വരികയാണ്. സ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റേഴ്സാണ്. സോറി. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴൊരു വ്യൂ ഇതാണ്. ആകാശവും നമ്മൾ മുട്ടിയാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. ക്ലൗഡ്സൊക്കെ എങ്ങനെയാണ്, കൊള്ളാം. നമ്മൾ മറ്റൊരു ഗുഹയുടെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. മറ്റതുപോലെ തന്നെ കുറച്ച് ഭയങ്കര, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയമെടുത്ത് നമ്മളിങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസിങ് ടൈം ആകാറായപ്പോഴത്തേനാണ് എത്താൻ പറ്റിയത്. കാരണം തൃശ്ശൂരിൽ നിന്ന് വയനാട് വരെ എത്തണമായിരുന്നു. അപ്പോൾ ചുരമൊക്കെ കയറി വന്നപ്പോഴത്തേനും കുറച്ച് സമയമായിട്ട് നമ്മുടെ ഗ്യാങ് എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം ഇവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന്. പറയാം ഗൈസ്, വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? എന്താ മുട്ടുവേന എടുക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ കാണാൻ വന്ന ഗുഹാചിത്രം. ആക്ച്വലി സാറ് പറയുമ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടായത്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇതാണ് കേരളത്തിലെ ആകെ ഗുഹാചിത്രമുള്ള ഒരു കേവ് എന്ന് പറയുന്നത്, എടയ്ക്കൽ കേവ്. അതാണ് പിന്നെ ഇത്ര ഫേമസ് ആക്കുന്നത്. കയറിയ പോലല്ല, സ്റ്റെപ്സ് കുറച്ച് സ്റ്റീപ്പാണ്, ഇറങ്ങാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഇറങ്ങുന്നു. നിങ്ങളത് കാണുന്നുണ്ടോ? അവിടെ ഒരു ഡാം നമുക്ക് കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത് അങ്ങോട്ടാണ്. ലെറ്റ്സ് ഗോ കം. ഓക്കെ, ആ കണ്ട ഡാം, അതിനെക്കുറിച്ചാണ് അജയ് നമ്മളോട് പറഞ്ഞത്. അതെ, ഇവിടെ മൊത്തത്തിൽ കാണാനുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അടിപൊളി സ്ഥലം. വയനാട് എന്തൊരു അടിപൊളി സ്ഥലമാടാ. നമ്മൾ ഇനിയും വിവേക്, ആ സ്ഥലത്തിൻ്റെ പേരെന്താ? നെല്ലാർച്ചാൽ സൺസെറ്റ് കാണാനാണ് പോകുന്നത്. അതായത് മുമ്പേ നമ്മളെ അജയ് പറഞ്ഞ ആ സ്ഥലം, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കാണാം, അത് സൂം ചെയ്താൽ കാണാം. അവിടെ നമ്മൾ പോയിട്ട് സൺസെറ്റ് കാണുന്നതായിരിക്കും. ഗൈസ്, ഞാൻ ഇറങ്ങിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും ട്രിപ്പ് അങ്ങ് ഓണായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ട്രാവലിംഗ് ആയിരുന്നേ ഇന്ന് പകൽ മൊത്തം. അപ്പോൾ നമ്മളങ്ങ് ഒരുമാതിരി ഇന്ന് മൊത്തം ട്രാവലിംഗ് ആയിരിക്കും, മടി മൂടിലായിരുന്നു. ഇന്ന് മൊത്തം ട്രാവലിംഗ് ആയിരിക്കും, അധികം അങ്ങനെയൊന്നും കാണൂല എന്നുള്ളൊരു രീതിയായിരുന്നു. ട്രാവൽ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേ വന്ന് റെസ്റ്റ് എടുക്കുക, അങ്ങനെ ഒരു പ്ലാനായിരുന്നു. പക്ഷേ അർജുൻ സാറും നമ്മുടെ CRP വിവേക് പിന്നെ അജയ് ഇവിടുത്തുകാരനാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഭയങ്കര ശുഷ്കാന്തി. കുറേ സ്പോട്സ് ഉണ്ട്, വെറുതെ നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അത് എത്രയും പെട്ടെന്ന് മാക്സിമം സ്പോട്സ് കവർ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. ആദ്യം വന്നപ്പോൾ ഒരു മടുപ്പായിരുന്നു, ഇല്ലില്ല. അപ്പോൾ
സോറി. അപ്പം ആദ്യം നമുക്ക് ഇങ്ങനെ മടിയായിരുന്നു. ഫസ്റ്റ് മുമ്പേ കണ്ട പോലെ തന്നെ നടന്ന് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് മന്തി കഴിച്ചുകൊണ്ട്. പക്ഷേ നടന്ന് കയറി അതിനകത്ത് ചെന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേസ്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണെന്നും പറയാനില്ല. അല്ലല്ല ഉണ്ട് എനിക്കത് ഉണ്ട് ഗൈസ്. നമ്മൾ ഇറങ്ങുന്ന ഈ പറഞ്ഞല്ല കയറിയപ്പോൾ ഉള്ള സ്റ്റീപ്പ് ഇറങ്ങാൻ വേണമല്ലോ. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും സംഭാരം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പോവുകയാണ്. അവിടെ ഒരു സംഭാരക്കടയുണ്ട്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത സ്പോട്ടിൽ കാണാം. ഗൈസ്, എനിക്ക് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. ഇത് ശരിക്കും നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് റോഡിൽ കിടന്ന ഒരു കുഞ്ഞു പാമ്പാണ്. അപ്പോൾ ഇതെന്തോ സംഭവം നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ CRP വിവേക് അതെടുത്ത് അതിൻ്റെ സൈഡിലുള്ള ഒരു ചെടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് നമ്മൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇതെന്താണ് സംഭവം, ഏത് സ്പീഷീസ് ആണെന്നുള്ള സംഭവമൊക്കെ മനസ്സിലായത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നടന്ന് ക്ഷീണിച്ചതാണല്ലോ, അപ്പോൾ എന്തായാലും ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഷുഗർ കെയിൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ അർജുൻ സാർ നമുക്ക് എല്ലാവർക്കുമായിട്ട് നമ്മുടെ പൈനാപ്പിൾ പിക്കിൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. സാറിന് വലിയ മനസ്സല്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ഷുഗർ കെയിൻ ജ്യൂസ് ഇതാണ്, ജസ്റ്റ് 40 rupees. പക്ഷേ ഇത്രയും ഉണ്ട്, നല്ലതാണെന്നാണ് നമ്മുടെ വിവേകൂട്ടം പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ മറ്റേ ആ കണ്ടുപിടിച്ച പാമ്പുണ്ടായിരുന്നല്ലോ ഫോട്ടോ എടുത്തത്, അതൊരു റയർ സ്പീഷീസ് ആയിരുന്നു സുഹൃത്തുക്കളെ. നമ്മൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ട്രാവൻകൂർ കുക്കറിയാണെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് പിടിയില്ല, അതിന് സെർച്ച് ചെയ്യണം അത് എന്താണെന്ന്. പക്ഷേ റയർ സ്പീഷീസ് ആണ്. അതെ. അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതെ, എല്ലാവരും ഉണ്ട്, CRP ഉണ്ട്, ഞാനും ഉണ്ട്. അതെ, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ലൈറ്റ് എഫക്റ്റിംഗ് സൺലൈറ്റ് നിങ്ങൾ കാണണം സുഹൃത്തുക്കളെ. ഇതാണ് സുഹൃത്തുക്കളെ മഞ്ഞ വെളിച്ചം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല, പണ്ടാരം. കുഴപ്പമില്ല, ഞാൻ ബാക്ക് ഓൺ ചെയ്ത് കാണിക്കുന്ന. അതെ, നിങ്ങളെ കാണാം. ഭയങ്കര സൺസെറ്റിന്റെ സമയത്ത് ഭയങ്കര സൺലൈറ്റ് ആണ്. ഇല്ലടാ ആംഗിളൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. നെല്ലറച്ചാൽ വ്യൂ പോയിന്റ്, അതാണ് ഇതിൻ്റെ പേര്. നമ്മളവിടെ കുറച്ച് നടക്കാനുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടാ ഇവന്മാരങ്ങനെ കുറെ പറയുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. നോക്കൂ ഗൈസ്, നോക്കൂ. എന്താണ് പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഫുൾ ഓണാണ്. അത് നരച്ചതാടാ. ഓക്കെ ഗൈസ്, നമ്മള് വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അടിപൊളി ഒരു നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ. അജയ് നമ്മളെ പറഞ്ഞു പറ്റിച്ചു. അജയ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവഴി നമ്മൾ നടന്നു പോകണം, ബസ് പോകത്തില്ലെന്നായിരുന്നു. ഇപ്പൊ ഒരു ബസ്സാണ് അങ്ങോട്ട് പോയത്. നമ്മൾ ഉടനെ അജയെ പൊതിയുന്നതാണ്. അതെ, അജയ് എന്തിയാടാ? ഗായ്സ്, എന്താടാ, എന്താ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തായി കാണുന്നത്? ദിസ് ഈസ് അൺബിലീവബിൾ. എടാ ഇത് ഭയങ്കര ചെറിയൊരു സ്പോട്ടാണ്, പക്ഷേ പിടിക്കാനേ അജയ് തൂക്കാൻ പോണ സൈഡ്. എങ്ങനെ ഇതാണ് കേസ് വ്യൂ. വല്ലാത്ത വ്യൂ ആണ് കേസ് ഇത്. ഇത് എത്രത്തോളം നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സീൻ തന്നെ.
നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, വളരെ നല്ലൊരു ടീമാണ്. അതെ, നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നടന്നു വന്നപ്പം ഇങ്ങോട്ടാ വരുന്നതെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്ര അടിപൊളിയായിരിക്കും നമ്മുടെ മോട്ടോ അജയ് ഇല്ലായിരുന്നെങ്കിൽ വയനാട് നമ്മുടെ വയനാട്ടിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളെല്ലാവർക്കും എത്തിക്കുന്നു. എപ്പോഴും അജയിനെ നമ്മളാണെങ്കിലും ട്രാവൽസിന് വേണ്ടി വയനാട് എന്താവശ്യത്തിലും അതെ അതായത് ഇവർ പറഞ്ഞു വന്നത് അജയ് ആണ് നമ്മൾക്ക് ഫോറസ്റ്റ് ആ ടൈപ്പിലോട്ടാ നമ്മള് സംഭവം പോകത്തുള്ളൂ. അതെ അതെ. പക്ഷെ അജയ് നമ്മുടെ ഈഡർ സ്പോർട്സ് ആയിട്ടുള്ള എല്ലാ പരിപാടിയും കാണിച്ച് ഇതൊന്നും നമ്മുടെ ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളായിരുന്നു. ഇതൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അജയ് ആണ് നിർബന്ധം പറഞ്ഞത് ഇന്ന് തന്നെ വ്യൂ എന്ന് വെച്ചാൽ പിടിക്കണം, തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണെന്ന് മിസ്സാക്കരുത് എന്ന് നിർബന്ധമായിട്ട് എടാ പോണം നിർബന്ധിച്ച് നമ്മളെ കൊണ്ടുവന്ന അജയ് ആണ്. അജയ്ക്ക് അജയ് വന്നടാ, അജയ് ഒന്ന് പറയുന്നേ അജയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റൂലടാ. നമ്മൾ വ്യൂ പോയിന്റിൽ നിന്നും തിരിച്ച് സ്റ്റേയിലേക്ക് പോകാൻ പോവുകയാണ്. ശ്രീരാഗും ചിങ്ചോങ് ഇല്ലാതെ എന്ത് ബ്ലോഗ്, ഇവരാണ് കൂടുതലായിട്ട് എൻ്റെ ബ്ലോഗിനകത്തെല്ലാം വന്ന് ചിലക്കാറുള്ളത്, നിങ്ങൾക്കറിയാമല്ലോ. അതെ, ഒന്നെങ്കിൽ ചിങ്ചോങ് ആയിരിക്കും അല്ലെങ്കിൽ ശ്രീരാഗായിരിക്കും. തീർച്ചയായിട്ടും ശ്രീരാഗ് വെട്ടത്ത് നിൽക്കും മോനെ, കാണട്ടെ നല്ല മികച്ചൊരു തീർന്നിട്ടില്ല. ഫോണിന്റെ ചാർജ് തീരാൻ പോവാണ്. അതുകൊണ്ട് സ്റ്റേയിൽ ചെന്നിട്ട് ഇത് കുത്തിയിട്ടിട്ട് വേണം ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. അതെ, ഫുഡ് ബ്ലോഗൊന്നും ഇല്ല. കുളിക്കണം, കഴിക്കണം, പിന്നെ നമ്മൾ നടക്കാൻ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നാളെ 3 മണിക്ക് എണീറ്റ് പോകണം എന്നൊക്കെയാണ് അർജുൻ സാറ് പറഞ്ഞത്. അതെ, പക്ഷെ കുഴപ്പമില്ല, 2 ദിവസം ഉറങ്ങിയില്ല, എന്താ വൈബല്ലേ. നമ്മൾ കൂട്ടിലും മൃഗങ്ങൾ പുറത്തും സീൻ തന്നെ. എടാ, ഇങ്ങനത്തെ കുറെ ക്രിയേറ്റീവ് സാധനം ഉണ്ടോ ഇവൻ്റെ കയ്യിൽ. നമ്മുടെ സ്റ്റേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 4 ട്രിപ്പ് ഇതോടെ കൂട്ടിക്കിട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച സ്റ്റേ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അമ്പലവയൽ കോളേജിൻ്റെ ഗസ്റ്റ് ഹൗസ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇതാണ് ഒരു റൂമിലൊരു 3 ബെഡാണ് നമുക്കുള്ളത്. പിന്നെ അവിടെ വാഷ്റൂം ഉണ്ട് സൈഡിൽ. ഓക്കെ, നല്ല ഫെസിലിറ്റി ഉള്ള അടിപൊളി റൂമാണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം. നല്ല വാഷ്റൂമാണ് കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. നമ്മളിപ്പോൾ തട്ടുകടയിൽ കഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റേ മമ്മ സ്റ്റേ ആണ്, അടിപൊളി സ്റ്റേ ആണ്. പക്ഷെ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തീരുമാനമില്ല. നല്ലൊരു തുക കൊടുക്കേണ്ടി വരുമെന്നാണ് അതാണ് CRPക്ക് പറയാനുള്ളത്. പക്ഷേ എത്രയൊക്കെ കൊടുക്കേണ്ടി വന്നാലും വളരെ നല്ലൊരു സ്റ്റേ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. തട്ടുകടയിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ബാക്കി വിശേഷം നമുക്ക് അവിടെ കാണാം. അതെ, നമ്മളിപ്പോൾ തട്ടുകടയിൽ വന്നിരിക്കുകയാണ്. അടിപൊളി വൈബുള്ളൊരു തട്ടുകടയാണ്. അതെ, പറയുന്നു. നമ്മൾ പൊറോട്ടയും ബീഫ് ഫ്രൈമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പൊറോട്ട വന്നു കേട്ടോ, കാണിച്ചാൽ. നമ്മളിപ്പം യൂനോ കളിക്കുകയാണ്. ചില്ലറ കുഴപ്പമൊന്നുമല്ല. അതായത് ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല ഒരുത്തിയും. ബസ്സിലിരുന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നാളെ രാവിലെ 7 മണിയാകുമ്പോൾ റെഡിയായി പോവുകയും വേണം. എന്നാലും നമ്മൾ കളിക്കും, അതാണ് സ്പിരിറ്റ്. കളിക്കാൻ ആൾക്കാരെ കാണണം. കുലപതി, CRP, ചിഞ്ചോ, സുര, അമയ, പാവ ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. അവിടെ എണ്ണീറ്റ് വന്നു ഗോകുട്ടൻ ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിൻ്റെ എല്ലാം റെഫറി ആയിട്ട് നമ്മുടെ ഇത്ത ഇവിടെ കുത്തിയിരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതിൽ എനിക്കൊരു യാതൊരു ധാരണയില്ല. മിക്കവാറും ആഫ്റ്റർ ഇന്ന് അടികൊണ്ടി ചാവാൻ സാധ്യതയുണ്ട്. കാരണമൊന്നുമില്ല. അത്രേ ഉള്ളൂ, കഴിഞ്ഞു.